നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 12 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. എല്ലാ കാര്യങ്ങളിലും ലാഭം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം, ഭക്ഷണസുഖം എന്നിവ അനുഭവപ്പെടും. സമൂഹത്തിൽ കീർത്തി വർദ്ധിക്കാനും അപ്രതീക്ഷിത സമ്മാനങ്ങളോ അവാർഡുകളോ തേടിയെത്താനും സാഹചര്യം ഒരുങ്ങും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ബന്ധുജന സമാഗമം വഴി മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമാണിത്. തൊഴിൽ രംഗത്ത് വിജയവും സാമ്പത്തിക ലാഭവും കൈവരിക്കും. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം ആസ്വദിക്കാനും സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പിതാവിനോ പിതൃതുല്യരായ ബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുഭയം, നിയമപരമായ തടസ്സങ്ങൾ, ഭാഗ്യഹാനി എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓരോ നീക്കത്തിലും അതീവ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ പങ്കാളിയുമായോ സന്താനങ്ങളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ അപവാദങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പ്രിയപ്പെട്ടവരോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഉല്ലാസയാത്രകൾ ചെയ്യാനോ അവസരം ലഭിക്കും. ശാരീരിക സുഖവും സാമ്പത്തിക ഉന്നതിയും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് വഴി മനസ്സിന് ആശ്വാസം കൈവരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ശത്രുദോഷങ്ങൾ അകലുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. തൊഴിൽ വിജയത്തോടൊപ്പം ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ സഹായങ്ങളും സാമ്പത്തിക പുരോഗതിയും ഇന്ന് കൈവരും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ആശുപത്രിവാസം വരെ വേണ്ടി വന്നേക്കാം. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ ജാഗ്രത കാണിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നിയമപരമായ കാര്യങ്ങളിലും കോടതി കേസുകളിലും തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. അയൽവാസികളുമായി അതിർത്തി തർക്കങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതെ നോക്കണം. അലച്ചിലും അപമാനവും ഒഴിവാക്കാൻ മിതമായ ഇടപെടലുകൾ നടത്തുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ദൃശ്യമാകുന്ന ശുഭദിനമാണിത്. കാര്യവിജയത്തോടൊപ്പം പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വന്തമാക്കാൻ സാഹചര്യമുണ്ടാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകാനും മനസ്സന്തോഷം വർദ്ധിക്കാനും യോഗമുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പാതിവഴിയിൽ മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന അനുകൂലമായ സമയമാണിത്. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം നല്ല കാര്യങ്ങളിൽ പങ്കാളിയാകാനും അവസരം ലഭിക്കും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജനപ്രീതി വർദ്ധിക്കുന്ന ദിവസമായിരിക്കും ഇത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സ്ത്രീകളുമായി ചേർന്ന് നടത്തുന്ന ബിസിനസ് ഇടപാടുകളിൽ കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രം തീരുമാനമെടുക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. പുതിയ കലകൾ പഠിക്കാനും സർഗാത്മകമായി പ്രവർത്തിക്കാനും ഇന്ന് അവസരമുണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.